15/6/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ 30/11/2005 മധുബൻ. സമയത്തിൻ്റെ സമീപത അനുസരിച്ച് സ്വയം തന്നെ പരിധിയുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കി സമ്പന്നവും സമാനവും ആകൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള സമ്പൂർണവും സമാനവുമായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമാനമായ കുട്ടികൾ തന്നെയാണ് ബാബയുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നത്. സമാനമായ കുട്ടികളുടെ വിശേഷതയാണ് അവർ സദാ നിർവിഘ്നവും നിർവികൽപ്പവും വിനീതവും നിർമ്മലവും ആയിരിക്കും. ഇങ്ങനെയുള്ള ആത്മാക്കൾ സദാ സ്വതന്ത്രമായിരിക്കും. ഒരു പ്രകാരത്തിലുമുള്ള പരിധിയുള്ള ബന്ധനത്തിൽ ബന്ധിതമാകുന്നില്ല. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ഇങ്ങനെയുള്ള പരിധിയില്ലാത്ത സ്വതന്ത്ര ആത്മാവായോ? ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യമാണ് ദേഹബോധത്തിൽ നിന്നും സ്വതന്ത്രം. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ദേഹത്തിൻ്റെ ആധാരം എടുക്കണം. ആഗ്രഹിക്കുമ്പോൾ ദേഹത്തിൽ നിന്നും വേറിടണം. ദേഹത്തിൻ്റെ ആകർഷണത്തിൽ വരരുത്. രണ്ടാമത്തെ കാര്യമാണ് സ്വതന്ത്ര ആത്മാവ് യാതൊരു പഴയ സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ബന്ധനത്തിൽ ആയിരിക്കില്ല. പഴയ സ്വഭാവത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മുക്തമായിരിക്കും. അതിനോടൊപ്പം ഏതെങ്കിലും ദേഹധാരിയായ ആത്മാവിൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ ആകർഷിതമാകില്ല. സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായിരിക്കും. അപ്പോൾ സ്വയം ചെക്ക് ചെയ്യൂ, ഏതെങ്കിലും ചെറിയൊരു കർമ്മേന്ദ്രിയം ബന്ധനത്തിൽ ബന്ധിക്കുന്നില്ലല്ലോ. തൻ്റെ സ്വഭാവം ഓർമ്മിക്കൂ. മാസ്റ്റർ സർവശക്തിവാൻ, ത്രികാലദർശി, ത്രിനേത്രി, സ്വദർശന ചക്രധാരി. ആ സ്വമാനത്തിൻ്റെ ആധാരത്തിൽ സർവശക്തിവാന്റെ കുട്ടികളെ ഏതെങ്കിലും കർമ്മേന്ദ്രിയത്തിന് ആകർഷിക്കാൻ സാധിക്കുമോ? കാരണം സമയത്തിൻ്റെ സമീപത കണ്ടുകൊണ്ട് സ്വയം നോക്കൂ. സെക്കൻഡിൽ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും ബന്ധനം അവശേഷിക്കുന്നില്ലല്ലോ. കാരണം ലാസ്റ്റ് പരീക്ഷയിൽ നമ്പർ 1 ആകുന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് സെക്കൻഡിൽ എവിടെ എങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും യോജിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ സെക്കൻഡിൽ യോജിക്കണം. ചഞ്ചലതയിൽ വരരുത്. ഏതുപോലെ സ്ഥൂല ശരീരത്തിലൂടെ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നുവോ പോകാൻ സാധിക്കുന്നുവല്ലോ, അതേപോലെ ബുദ്ധിയിലൂടെ ഏത് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഏതുപോലെ സയൻസിൻ്റെ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്കൻഡിൽ സ്വിച്ച് ഓൺ ചെയ്യുന്നതിലൂടെ ലൈറ്റ് ഹൗസ് 4 ഭാഗത്തും ലൈറ്റ് നൽകാൻ തുടങ്ങുന്നു, മൈറ്റ് നൽകുവാൻ തുടങ്ങുന്നു. അതേപോലെ താങ്കൾ സ്മൃതിയുടെ സങ്കല്പത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഹൗസും മൈറ്റ് ഹൗസുമായി ആത്മാക്കൾക്ക് ലൈറ്റും മൈറ്റും നൽകാൻ സാധിക്കുന്നുണ്ടോ? അശരീരിയായി മാറൂ എന്ന് 1 സെക്കൻഡിൻ്റെ ഓർഡർ ഉണ്ടായാൽ ആയി മാറുമല്ലോ. അതോ യുദ്ധം ചെയ്യേണ്ടി വരുമോ? വളരെ കാലത്തെ ഈ അഭ്യാസം തന്നെയാണ് അന്തിമത്തിൽ സഹയോഗിയാകുന്നത്. അഥവാ വളരെ കാലത്ത് അഭ്യാസം ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ആ സമയത്ത് അശരീരി ആകാൻ പ്രയത്നിക്കേണ്ടി വരും. അതിനാൽ ബാബ്ദാദ ഈ സൂചന നൽകുകയാണ്, മുഴുവൻ ദിവസത്തിലും കർമ്മം ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിനു വേണ്ടി മനസ്സിൻ്റെ കൺട്രോളിംഗ് പവറിൻ്റെ ആവശ്യകതയുണ്ട്. അഥവാ മനസ്സ് കൺട്രോളിൽ വന്നുവെങ്കിൽ ഒരു കർമ്മേന്ദ്രിയത്തിനും വശപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ സർവ ആത്മാക്കൾക്കും താങ്കളിലൂടെ ശക്തിയുടെ വരദാനം ആവശ്യമാണ്. ആത്മാക്കൾക്ക് മാസ്റ്റർ സർവശക്തിവാനായ ആത്മാക്കളായ താങ്കളെ പ്രതി ഈ ഒരു ശുഭ ഇച്ഛയുണ്ട്. പ്രയത്നമില്ലാതെ വരദാനത്തിലൂടെ, ദൃഷ്ടിയിലൂടെ, വൈബ്രേഷനിലൂടെ നമ്മളെ മുക്തമാക്കൂ. ഇപ്പോൾ പ്രയത്നിച്ച് എല്ലാവരും ക്ഷീണിച്ചു പോയി. താങ്കൾ ഏവരും പ്രയത്നത്തിൽ നിന്നും മുക്തമായി കഴിഞ്ഞുവല്ലോ. അതോ ഇപ്പോഴും പ്രയത്നിക്കേണ്ടി വരുന്നുണ്ടോ? കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു,
പ്രയത്നത്തിൽ നിന്നും മുക്തമാകുന്നതിനുള്ള സഹജ ഉപാധിയാണ് ഹൃദയം കൊണ്ട് ബാബയുടെ അതിസ്നേഹിയായി മാറണം. ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ ജന്മ വാഗ്ദാനമാണ്. ഓർമ്മയുണ്ടോ വാഗ്ദാനം? എപ്പോഴാണോ ബാബ തൻ്റേതാക്കി മാറ്റിയത്, ബ്രാഹ്മണ ജീവിതം നൽകിയത്, അപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിലെ നിങ്ങൾ ഏവരുടെയും വാഗ്ദാനം എന്താണ്? ഒരു ബാബ, രണ്ടാമതായി ആരുമില്ല. ഓർമ്മയുണ്ടോ വാഗ്ദാനം? ഓർമ്മയുണ്ടെങ്കിൽ തലകുലുക്കൂ. ശരി, കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. സദാ ഓർമ്മയുണ്ടോ? ഉറപ്പാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടോ? നോക്കൂ, 63 ജന്മം മറക്കുന്നവരായി ഇപ്പോൾ ഈ ഒരു ജന്മം സ്മൃതി സ്വരൂപം ആയിരിക്കുകയാണ്. അപ്പോൾ ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, കുട്ടിക്കാലത്തെ വാഗ്ദാനം ഓർമ്മയുണ്ടോ? എത്ര സഹജമാക്കി നൽകിയിരിക്കുകയാണ്. ഒരു ബാബയിൽ ലോകമുണ്ട്, ഒരു ബാബയുമായി സർവസംബന്ധമുണ്ട്, ഒരു ബാബയിൽ നിന്നും സർവപ്രാപ്തികളുമുണ്ട്. ഒരേ ഒരു പഠിപ്പിക്കുന്നവനുമാണ്, പാലന ചെയ്യുന്നവനുമാണ്. എല്ലാത്തിലും ഒരാളാണുള്ളത്. പരിവാരത്തിലായാലും ശരി, ഈശ്വരീയ പരിവാരമാണ്. എന്നാൽ പരിവാരവും ഒരു ബാബയുടേതാണ്. ബാബയുടെ പ്രത്യേകം പരിവാരമല്ല, ഒരേ ഒരു പരിവാരമാണ്. പരിവാരത്തിലും പരസ്പരം ആത്മീയ സ്നേഹമാണുള്ളത്. സ്നേഹമല്ല, ആത്മീയ സ്നേഹം. ബാബ് ദാദ ജന്മത്തിൻ്റെ വാഗ്ദാനം ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് വാഗ്ദാനമാണ് ചെയ്തത്? എല്ലാവരും വളരെ ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ ബാബയുടെ മുന്നിൽ ഹൃദയപൂർവ്വം പറഞ്ഞു, സർവ്വതും അങ്ങയുടേതാണ്. ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. അപ്പോൾ നൽകപ്പെട്ട വസ്തു ബാബയുടേത്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ രൂപത്തിൽ ബാബ കാര്യത്തിൽ വിനിയോഗിക്കുന്നതിനായി നൽകിയിരിക്കുകയാണ്. താങ്കൾ ബാബയ്ക്ക് നൽകിയല്ലോ. അതോ കുറച്ചൊക്കെ തിരികെ എടുക്കുന്നുണ്ടോ? തിരികെ എടുക്കുകയാണെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൽ വിശ്വാസവഞ്ചനയാകുന്നു. ചില കുട്ടികൾ പറയുന്നു, ആത്മീയ സംഭാഷണം നടത്താറുണ്ടല്ലോ, അപ്പോൾ പറയുന്നു, എൻ്റെ മനസ്സ് വിഷമിക്കുന്നു. എൻ്റെ മനസ്സ് എവിടെ നിന്നും വന്നു? എൻ്റേത് നിനക്ക് അർപ്പിച്ചപ്പോൾ. എൻ്റെ മനസ്സ് എന്നത് എവിടെ നിന്നും വന്നു? നിങ്ങളേവരും കൗടിയില്ലാത്ത, അതായത് തുച്ഛമായതുപോലും ഇല്ലാത്ത ചക്രവർത്തിയായി. ഇപ്പോൾ താങ്കളുടേതായി യാതൊന്നും അവശേഷിക്കുന്നില്ല. കവടി, അതായത് തുച്ഛമായത് ഇല്ലാത്തവരായി. എന്നാൽ ചക്രവർത്തി ആയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ബാബയുടെ ഖജനാവ് അത് താങ്കളുടെ ഖജനാവായി. അപ്പോൾ ചക്രവർത്തിയായല്ലോ. പരമാത്മാവിൻ്റെ ഖജനാവ് കുട്ടികളുടെ ഖജനാവാണ്. അപ്പോൾ ബാബ്ദാദ വാഗ്ദാനം ഓർമ്മിപ്പിക്കുകയാണ്, നിന്റേത് എന്നതിൽ എൻ്റേത് എന്ന് പറയരുത്. ബാബ പറയുന്നു, ബാബ നിങ്ങൾ ഏവരെയും പരമാത്മാ ഖജനാവുകളാൽ സമൃദ്ധമാക്കിയിരിക്കുന്നു എന്നിരിക്കെ ഉത്തരവാദിത്വം ബാബ എടുത്തു. ഏതു വാക്കുകളാൽ? താങ്കൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സർവപ്രാപ്തിയുടെയും അധികാരി തന്നെയാണ്. കേവലം ഓർമ്മിക്കൂ. താങ്കൾ പറഞ്ഞു, നമ്മൾ അങ്ങയുടേതാണ്, അങ്ങ് നമ്മുടേതാണ്. ഇതാണല്ലോ വാഗ്ദാനം. അപ്പോൾ ബാബ പറയുന്നു, ഖജനാവുകളെ സദാ സ്വയം പ്രതിയും സർവ ആത്മാക്കളെ പ്രതിയും കാര്യത്തിൽ വിനിയോഗിക്കൂ. എത്രത്തോളം കാര്യത്തിൽ വിനിയോഗിക്കുമോ അത്രയും തന്നെ ഖജനാവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സർവശക്തികളുടെയും ഖജനാവ്. സർവശക്തികളും കാര്യത്തിൽ വിനിയോഗിക്കൂ. ഞാൻ സർവശക്തിവാനാണ് എന്ന് കേവലം ബുദ്ധിയിൽ നോളജ് വെച്ചാൽ പോരാ. എന്നാൽ സർവശക്തികളെയും സമയമനുസരിച്ച് കാര്യത്തിൽ വിനിയോഗിക്കൂ, സേവനത്തിലും വിനിയോഗിക്കൂ. ബാബ്ദാദ മെജോറിറ്റി കുട്ടികളുടെയും കണക്കിൽ കണ്ടു. 2 ശക്തികൾ അഥവാ സദാ ഓർമ്മയുണ്ടായിരിക്കുകയും കാര്യത്തിൽ സമയത്തിന് വിനിയോഗിക്കുകയുമാണെങ്കിൽ സദാ നിർവിഘ്നമായിരിക്കും. വിഘ്നത്തിന് താങ്കളുടെ മുന്നിൽ വരാനുള്ള ശക്തിയില്ല. ഇത് ബാബയുടെ ഗ്യാരണ്ടിയാണ്. പൊതുവെ സർവശക്തികളും ആവശ്യമാണ്. എന്നാൽ മെജോറിറ്റിയിലും കണ്ടത് ഇതാണ്, സഹനശക്തിയും റിയലൈസേഷൻ്റെ ശക്തിയും. റിയലൈസേഷൻ ചെയ്യുന്നുമുണ്ട്, എന്നാൽ അതിനെ
പ്രാക്ടിക്കൽ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നതിൽ അറ്റൻഷൻ കുറവാണ്. ഏത് സമയത്ത് റിയലൈസ് ചെയ്യുന്നുവോ ആ സമയത്ത് പെരുമാറ്റവും മുഖവും മാറുന്നു. വളരെ നല്ല ഉന്മേഷത്തിലും ഉത്സാഹത്തിലും വരുന്നു റിയലൈസ് ചെയ്തു എന്ന്. എന്നാൽ പിന്നെ എന്തുണ്ടാകുന്നു? എല്ലാവരും അനുഭവിയാണല്ലോ. പിന്നെ എന്തുണ്ടാകുന്നു? അതിനെ ഓരോ സമയത്തും സ്വരൂപത്തിൽ കൊണ്ടുവരണം. അതിൻ്റെ കുറവുണ്ടാകുന്നു. കാരണം ഇവിടെ സ്വരൂപം ആകേണ്ടതുണ്ട്. കേവലം ബുദ്ധി കൊണ്ട് അറിയുന്നത് വേറെ കാര്യമാണ്. എന്നാൽ അതിനെ സ്വരൂപത്തിൽ കൊണ്ടുവരണം. ഇതിൻ്റെ ആവശ്യകതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബാബ്ദാദയ്ക്ക് ചില കുട്ടികളോട് ദയവും വരുന്നു. ബാബ കരുതുന്നു, കുട്ടികളിൽ നിന്ന് പ്രയത്നം ഉണ്ടാകുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് പകരം ബാബ തന്നെ ചെയ്യട്ടെ എന്ന്. പക്ഷേ ഡ്രാമയുടെ രഹസ്യമാണ്, ആര് ചെയ്യുമോ അവർ നേടും. അതിനാൽ ബാബ്ദാദ സഹയോഗം തീർച്ചയായും നൽകുന്നു. എന്നാൽ ഏതായാലും കുട്ടികൾക്ക് തന്നെ ചെയ്യേണ്ടി വരുന്നു. ബാബ്ദാദ കണ്ടു, കുട്ടികൾ വളരെ നല്ല നല്ല സങ്കല്പം നടത്തുന്നു. അമൃതവേളയിൽ ബാബ്ദാദയുടെ അടുക്കൽ നല്ല നല്ല സങ്കല്പങ്ങളുടെ വളരെയധികം മാലകൾ വരുന്നു. ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും എന്ന്. ബാബ്ദാദയും സന്തോഷിക്കുന്നു. ആഹാ കുട്ടികളെ, ആഹാ. പിന്നെ ചെയ്യുന്നതിൽ എന്തുകൊണ്ട് ദുർബലമായി പോകുന്നു? ഇതിൻ്റെ കാരണം കണ്ടത് ഇതാണ്. ബ്രാഹ്മണ പരിവാരത്തിൽ സംഘടനയുടെ വായുമണ്ഡലം എവിടേക്കോ വായുമണ്ഡലം ദുർബലവും ആകുന്നു. അതിൻ്റെ പ്രഭാവം പെട്ടെന്നുണ്ടാകുന്നു. പിന്നെ അവരുടെ ഭാഷ എന്താകുന്നു എന്ന് പറയട്ടെ. ഭാഷ വളരെ മധുരമാണ്. ഭാഷ ഇതാണ്, ഇതൊക്കെ നടക്കുന്നവയാണ്, ഇതൊക്കെ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള സമയത്ത് എന്താണ് സങ്കല്പിക്കേണ്ടത്? ഇത് സംഭവിക്കുന്നു, ഇത് നടക്കുന്നു എന്നത് അലക്ഷ്യം കൊണ്ടുവരുന്നു. എന്നാൽ ആ സമയത്ത് ഈ ഭാഷയെ പരിവർത്തനപ്പെടുത്തൂ. ചിന്തിക്കൂ, ബാബയുടെ ആജ്ഞ എന്താണ്? ബാബയുടെ ഇഷ്ടം എന്താണ്? ബാബ ഏത് കാര്യത്തെയാണ് ഇഷ്ടപ്പെടുന്നത്? ബാബ ഇത് പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? അഥവാ ബാബ ഓർമ്മ വന്നുവെങ്കിൽ അലക്ഷ്യം സമാപ്തമാകും. ഉന്മേഷവും ഉത്സാഹവും വരും. അലക്ഷ്യവും പല പ്രകാരത്തിലേത് വരുന്നു. താങ്കൾ പരസ്പരം ക്ലാസ് നടത്തണം, ലിസ്റ്റ് എടുക്കണം. ഒന്നാണ് സാധാരണ അലക്ഷ്യം, ഇനിയൊന്നാണ് റോയൽ അലക്ഷ്യം. അപ്പോൾ അലക്ഷ്യം സങ്കല്പത്തിൽ ദൃഢത കൊണ്ടുവരാൻ അനുവദിക്കില്ല. ദൃഢത സഫലതയുടെ ഉപാധിയാണ്. അതിനാൽ സങ്കല്പതലത്തിൽ അവശേഷിക്കുന്നു, പക്ഷേ സ്വരൂപത്തിൽ വരുന്നില്ല. അപ്പോൾ ഇന്ന് എന്താണ് കേട്ടത്? വാഗ്ദാനം ഓർമ്മപ്പെടുത്തിയല്ലോ. ഇത്രയും നല്ല നല്ല വാഗ്ദാനം ചെയ്യുന്നു. ബാബ്ദാദ വാഗ്ദാനം കേട്ട് സന്തോഷിക്കുന്നു. എന്നാൽ എത്രത്തോളം വാഗ്ദാനം ചെയ്യുന്നുവോ അത്രയും നേട്ടം എടുക്കുന്നില്ല. അപ്പോൾ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ബാബ നമ്മളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചുവല്ലോ. അപ്പോൾ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. സമയത്തിനു മുമ്പേ എല്ലാവരും എവർ റെഡി ആകൂ. സമയം താങ്കളുടെ മാസ്റ്റർ ആകരുത്. സമയത്തിൻ്റെ മാസ്റ്റർ താങ്കളാണ്. അതിനാൽ ബാബ്ദാദ ഇത് ആഗ്രഹിക്കുന്നു. സമയത്തിനു മുമ്പേ സമ്പന്നമായി വിശ്വത്തിൻ്റെ സ്റ്റേജിൽ ബാബയോടൊപ്പം കുട്ടികളായ താങ്കളും പ്രത്യക്ഷമാകട്ടെ. ശരി, പുതിയ കുട്ടികൾ ആരാണോ കൂടിക്കാഴ്ചയ്ക്കായി വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. കൈ നീട്ടി ഉയർത്തൂ, നീട്ടി. ശരി, ബാബ്ദാദ പുതിയ പുതിയ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു. ഭാഗ്യവാന്മാരായ കുട്ടികൾ തൻ്റെ ഭാഗ്യം നേടുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നു. അതിനാൽ ആശംസകൾ, ആശംസകൾ. ഇപ്പോൾ ഏതെല്ലാം പുതിയ കുട്ടികൾ വന്നിരിക്കുന്നുവോ അവരിൽ ആരാണ് അതിശയം ചെയ്ത് കാണിക്കുന്നത് എന്ന് നോക്കും. വന്നത് പിന്നാലെയാണെങ്കിലും മുന്നിൽ പോയി കാണിക്കൂ. ബാബ്ദാദയുടെ അടുക്കൽ എല്ലാ റിസൾട്ടും എത്തിച്ചേരുന്നു. ശരി. ഡബിൾ വിദേശികളോട് നല്ലതാണ്. ഡബിൾ വിദേശികൾ സ്വയം തൻ്റെ മേലും സേവനത്തിൻ്റെ മേലും നല്ല അറ്റൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കേവലം ഇതിൽ ഒരു മാത്ര ചേർക്കേണ്ടതുണ്ട്, അണ്ടർലൈൻ ചെയ്യണം. ഏതൊരു പരിവർത്തനത്തിൻ്റെ സങ്കല്പമാണോ എടുക്കുന്നത്,
നല്ല ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, ധൈര്യത്തോടെ എടുക്കുന്നു. കേവലം ഇതിനെ അണ്ടർലൈൻ ചെയ്യുക തന്നെ വേണം. പരിവർത്തനപ്പെടുക തന്നെ വേണം. പരിവർത്തനപ്പെട്ട് വിശ്വത്തെ പരിവർത്തനപ്പെടുത്തണം. ഈ ദൃഢതയുടെ അണ്ടർലൈൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കൂ. ബാക്കി ബാബ്ദാദ സന്തുഷ്ടമാണ്, അഭിവൃദ്ധിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സേവനത്തിൻ്റെയും സ്വയം തൻ്റെയും മേൽ അറ്റൻഷനുമുണ്ട്. എന്നാൽ മുഴുവൻ ടെൻഷനും പോയിട്ടില്ല. അറ്റൻഷനുണ്ട്, അല്പം ഇടയ്ക്കിടയ്ക്ക് ടെൻഷനുമുണ്ട്. അത് സമാപ്തമാക്കുക തന്നെ വേണം. ബാക്കി ധൈര്യം നല്ലതാണ്. ധൈര്യത്തിനുള്ള അഭിനന്ദനം. ആരെല്ലാമാണോ ഇരിക്കുന്നത്, ബാബ സഹിതം താങ്കൾക്ക് ധൈര്യത്തിനുള്ള അഭിനന്ദനങ്ങൾ നൽകുകയാണ്. കൈയടിക്കൂ. ശരി, താങ്കൾ ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ ബാബ്ദാദയ്ക്ക് അകലെയിരിക്കുന്ന ധാരാളം കുട്ടികളുടെ സ്നേഹസ്മരണകൾ ലഭിച്ചു. ബാബ്ദാദ ഓരോരോ കുട്ടിയെയും നയനങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ നൽകുകയാണ്. ഭാരതത്തിൽ നിന്നായാലും വിദേശത്തു നിന്നായാലും ധാരാളം കുട്ടികളുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. കത്തുകൾ വരുന്നു, ഇമെയിൽ വരുന്നു, എല്ലാം ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ശരി, ബാബ്ദാദ ഒരു സെക്കൻഡിൽ അശരീരി ഭവയുടെ ഡ്രിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. അഥവാ അന്തിമത്തിൽ പാസ്സാകണമെങ്കിൽ ഈ ഡ്രിൽ വളരെ ആവശ്യമാണ്. അതിനാൽ ഇപ്പോൾ ഇത്രയും വലിയ സംഘടനയിൽ ഇരിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും ഉപരിയായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഒരു ആകർഷണവും ആകർഷിക്കരുത്. ഡ്രിൽ ചെയ്യിച്ചു. ശരി, 4 ഭാഗത്തുമുള്ള തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ സ്വപരിവർത്തനത്തിലും വിശ്വപരിവർത്തനത്തിൻ്റെ സേവനത്തിലും തൽപരരായിരിക്കുന്ന വിശേഷ ആത്മാക്കൾക്ക്, സദാ ബ്രഹ്മബാബയ്ക്ക് സമാനം കർമ്മയോഗികളായവർക്ക്, കർമ്മത്തിൻ്റെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ആകർഷണത്തിൽ നിന്നും മുക്തരായ ആത്മാക്കൾക്ക്, സദാ ദൃഢതയെ ഓരോ സങ്കല്പത്തിലും ഓരോ വാക്കിലും ഓരോ കർമ്മത്തിലും സ്വരൂപത്തിൽ കൊണ്ടുവരുന്ന ബാബയ്ക്ക് സമീപവും സമ്മാനവുമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും സ്വീകരിച്ചാലും നമസ്തേ. ദാദിജിയോട് ആരോഗ്യപൂർണം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ രോഗം മാറി. രോഗങ്ങൾ മഹാരഥികളോട് വിട പറയുവാനാണ് വരുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ കർമാതീതം ആകുന്നതിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദാദി ജാനകി പറയുകയാണ്, ദാദി നിശ്ചിന്ത ചക്രവർത്തിയാണ്. താങ്കൾ ചിന്തയുള്ള ആളാണോ? താങ്കളും നിശ്ചിന്തമാണ്. രണ്ടുപേരും നല്ല പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഏറ്റവും വലുതിലും വലിയ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം ധരിക്കുന്ന നിമിത്തമായവർ ആയിരിക്കുകയാണല്ലോ. ഇവരെല്ലാവരും സഹചാരികളാണ്. താങ്കളെ കാണുമ്പോൾ ഉന്മേഷവും ഉത്സാഹവും വരുന്നുവല്ലോ. ദാദി പറഞ്ഞു, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബാബ തന്നെ എന്തെങ്കിലും പ്രേരണ നൽകണം. ബാബ്ദാദ കേൾപ്പിച്ചിട്ടുണ്ട് ഓരോ വിഭാഗത്തിൻ്റെയും പൂച്ചെണ്ടിനെ പറ്റി. അവർ മൈക്കും ആകണം, മൈറ്റും ആകണം. കേവലം മൈക്കും സമ്പർക്കത്തിലും ഉള്ളവരല്ല, സംബന്ധത്തിലും സമീപമാകണം. ഇങ്ങനെയുള്ള പൂച്ചെണ്ട് കണ്ടെത്തൂ. പിന്നെ ആ ഗ്രൂപ്പ് സേവനം ചെയ്യുന്നതിന് നിമിത്തമാകും. അവർ മൈക്കാകും, താങ്കൾ മൈറ്റ് ആകും. അവരുടെ ഉള്ളിൽ നിന്നും ബാബ എന്ന് വരണം. അപ്പോൾ പ്രഭാവം ഉണ്ടാകും. അവരെ സംബന്ധത്തിൽ സമീപം കൊണ്ടുവരൂ. ഇടയ്ക്കിടയ്ക്കാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ലഹരി കുറഞ്ഞു പോകുന്നു. സംബന്ധ സമ്പർക്കത്തിൽ എവിടെ വന്നാലും അവിടെ സംബന്ധവും സമ്പർക്കവും ഉണ്ടായിരിക്കണം. അപ്പോൾ ശരിയായിക്കൊള്ളും. ശരി. വരദാനം. സദാ ശ്രേഷ്ഠവും പുതിയ പ്രകാരത്തിലുമുള്ള സേവനത്തിലൂടെ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന സഹജ സേവാധാരിയായി ഭവിക്കട്ടെ. സങ്കല്പങ്ങളിലൂടെ ഈശ്വരീയ സേവനം ചെയ്യുക. ഇതും സേവനത്തിൻ്റെ ശ്രേഷ്ഠവും പുതിയതുമായ രീതിയാണ്.
ഏതുപോലെ രത്നവ്യാപാരി ദിവസവും രാവിലെ തൻ്റെ ഓരോ രത്നത്തെയും ചെക്ക് ചെയ്യുന്നു. സ്വച്ഛമാണോ, തിളക്കം ശരിയാണോ, ശരിയായ സ്ഥാനത്ത് ഇരിക്കുകയാണോ. ഇതേപോലെ ദിവസവും അമൃതവേളയിൽ തൻ്റെ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളുടെ മേൽ സങ്കല്പത്തിലൂടെ ദൃഷ്ടി പായിക്കൂ. എത്രത്തോളം താങ്കൾ അവരെ സങ്കല്പത്തിലൂടെ ഓർമ്മിക്കുമോ അത്രയും ആ സങ്കല്പം അവരുടെ അടുക്കൽ എത്തിച്ചേരും. ഇപ്രകാരം സേവനത്തിൻ്റെ പുതിയ രീതികൾ സ്വായത്തമാക്കി അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ. താങ്കളുടെ സഹജയോഗത്തിൻ്റെ സൂക്ഷ്മശക്തി ആത്മാക്കളെ താങ്കളുടെ നേർക്ക് സ്വതവേ ആകർഷിക്കും. സ്ലോഗൻ: ഒഴിവു കഴിവുകൾ മെർജ് ചെയ്യൂ, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി എമർജ് ചെയ്യൂ. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ജ്ഞാനത്തിൻ്റെ മനനത്തോടൊപ്പം ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സങ്കല്പം സകാശ് നൽകുന്നതിൻ്റെ അഭ്യാസം ഈ മനസ്സിൻ്റെ മൗനം അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോൾ എന്നിവയ്ക്കായി ഇടയ്ക്കിടയ്ക്ക് ദിവസം നിശ്ചയിക്കൂ. എത്രത്തോളം അന്തർമുഖതയുടെ മുറിയിൽ ഇരുന്ന് റിസർച്ച് ചെയ്യുമോ അത്രയും നല്ലതിലും നല്ല ടച്ചിങ് ഉണ്ടാകും. ആ ടച്ചിങ്ങിലൂടെ അനേകം ആത്മാക്കൾക്ക് ലാഭം ലഭിക്കും. സൂചന: ഇന്ന് 3-ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. വൈകിട്ട് 6:30 മുതൽ 7:30 വരെ എല്ലാ സഹോദരീ സഹോദരന്മാരും സംഘടിത രൂപത്തിൽ ഒത്തുചേർന്ന് യോഗാഭ്യാസത്തിൽ ഈ അനുഭവം ചെയ്യണം. ഞാൻ ഭൃഗുടിയാകുന്ന ആസനത്തിൽ വിരാജിക്കുന്ന പരമാത്മാ ശക്തികളാൽ സമ്പന്നമായ സർവശ്രേഷ്ഠ രാജയോഗി ആത്മാവ് കർമ്മേന്ദ്രിയജീത്തും വികർമാജീത്തുമാണ്. മുഴുവൻ ദിവസവും ഈ സ്വമാനത്തിലിരിക്കണം. മുഴുവൻ കൽപ്പത്തിലും ഹീറോ പാർട്ട് അഭിനയിക്കുന്ന ഞാൻ സർവശ്രേഷ്ഠ മഹാൻ ആത്മാവാണ്. ഓം ശാന്തി. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന
അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.